നമസ്കാരം. നമ്മളിവിടെ പിണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വട്ടത്തിലരിഞ്ഞ് അതിൻ്റെ നൂലെല്ലാം കളഞ്ഞ് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുരുമുളക് ചതച്ചതെടുത്തിട്ടുണ്ട്, പച്ചമുളക് 2 കുറച്ച് കറിവേപ്പില, നാളികേരം ചിരകിയത്, സവാള കുരുന്നരിഞ്ഞത്, പിണ്ടി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കണം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കി വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ആ ചതച്ച് വെച്ചേക്കണ കുരുമുളകില്ലേ, അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചേക്കണ പിണ്ടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അത് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി നമുക്കതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂട് കയറ്റി കൊടുക്കാം ഒന്ന് പയ്യെ. നന്നായിട്ട് ഇളക്കി അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ അത് ഒന്നുകൂടെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പിണ്ടിത്തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതിനെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിണ്ടിത്തോരൻ.